ടു SarMa's World. ഇന്നത്തെ വീഡിയോ ഒരു ചിക്കൻ സ്റ്റാർട്ടറിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ ഈസിയായി എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് തയ്യാറാക്കി എടുക്കുവാനായിട്ട് ഞാനിവിടെ 500 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ആദ്യം ഞാനിവിടെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചില്ലി പൗഡർ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യുവാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്യുവാനായിട്ട് മാറ്റി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് വേണം ഫ്രൈ ചെയ്യുവാൻ. ഒരു 2-3 ബാച്ചായിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കുവാൻ. ആദ്യം ഇട്ടതിന് ശേഷം ഉടനെ ഇളക്കി കൊടുക്കരുത്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം ഇതുപോലെ ഇളക്കുവാൻ. അതിന് ശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്കിത് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കുവാൻ. ചിക്കൻ നമുക്ക് നല്ലതായിട്ട് കുക്ക് ചെയ്ത് കിട്ടുകയും വേണം. അതുകൊണ്ട് ലോ ഫ്ലെയിമിലായിരിക്കണം ഇത് ഫ്രൈ ചെയ്യുന്നത്. ഇത് വളരെ ഈസിയാണ്, എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നമുക്ക് ഓരോന്നായി തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി അടുത്ത ബാച്ചും ഇതുപോലെ ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോന്നായിട്ട് വേണം ഇട്ട് കൊടുക്കുവാൻ. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ നമ്മളുടെ ചിക്കനെല്ലാം ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് 3 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആദ്യം ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ 1/2 ടീസ്പൂൺ ഇഞ്ചിയുടെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2-3 പച്ചമുളക് കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പിലയൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2-3 വറ്റൽ മുളക് കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 5-6 കാഷ്യൂനട്ട് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം 1 ടീസ്പൂൺ മല്ലിയിലയൂടെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടിയൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡർ കൂടെ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞിട്ട് ശേഷം
ഗരം മസാല 1/2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഓപ്ഷണലാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കിയതിന് ശേഷം 1/4 കപ്പ് തൈര് കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് സോയാ സോസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ അറിയാതെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് പോയി. അതുകൊണ്ടാണ് ഇത്രയും ഡാർക്ക് കളർ വന്നത്. നിങ്ങൾ ചേർക്കുമ്പോൾ 1 ടീസ്പൂൺ മാത്രം ചേർക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇതുപോലെ നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് നല്ലതായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നല്ലൊരു റെസിപ്പിയുമായി കാണുന്നവരെ താങ്ക് യു. ബൈ ബൈ.